വാഹന ഉടമകൾ ഫാസ്ടാഗിൻ്റെ പുതിയ നിയമങ്ങൾ അത്യാവശ്യമായി അറിഞ്ഞിരിക്കുക. 2025 ഫെബ്രുവരി 17 മുതൽ ഈ നിയമങ്ങൾ പ്രാബല്യത്തിലാകുകയാണ്. ഫാസ്ടാഗ് ഉപയോഗത്തിൻ്റെ 1 മണിക്കൂർ മുൻപെങ്കിലും ഫാസ്ടാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താണ് ബ്ലാക്ക് ലിസ്റ്റ് എന്നല്ലേ? പറയാം. ഫാസ്ടാഗിൽ ആവശ്യത്തിന് ബാലൻസ് ഇല്ലാതെ ഇരിക്കുക, KYC വെരിഫിക്കേഷൻ ചെയ്യാതെ ഇരിക്കുക, വാഹനത്തിന് ഉണ്ടായിട്ടുള്ള നിയമപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതിരിക്കുക എന്നിവയൊക്കെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടാൻ കാരണങ്ങളാകും. യാത്രയ്ക്ക് മുൻപ് തന്നെ നിങ്ങളുടെ ഫാസ്ടാഗ് ആക്റ്റീവ് ആണോ എന്ന് പരിശോധിക്കുക. മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയോ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയോ ഇത് പരിശോധിക്കാൻ സാധിക്കും. സ്റ്റാറ്റസ് നോക്കുമ്പോൾ ഹോട്ട് ലിസ്റ്റ് അഥവാ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടുവെങ്കിൽ ആവശ്യമായ തുക അടക്കി KYC അപ്ഡേഷൻ നടത്തിയിട്ടില്ലെങ്കിൽ KYC അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തിട്ട് സ്റ്റാറ്റസ് വീണ്ടും നോക്കുക. ചില സമയങ്ങളിൽ സ്റ്റാറ്റസ് അപ്ഡേഷന് കുറേ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ യാത്രാ സമയം വരെ നോക്കി നിൽക്കാതെ എപ്പോഴും ഫാസ്ടാഗ് ക്ലിയർ ആക്കി വെക്കുന്നതാണ് ഉചിതം. ഫാസ്ടാഗ് സ്കാൻ ചെയ്യുന്നതിന് 1 മണിക്കൂർ മുൻപും സ്കാൻ ചെയ്ത് കഴിഞ്ഞ് 10 മിനിറ്റിന് ശേഷവും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടരുത്. അങ്ങനെയായാൽ ഫാസ്ടാഗ് ഉടമകളിൽ നിന്നും പിഴയായി ഇരട്ടിയോളം രൂപ ഈടാക്കുമെന്നാണ് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പഴയതുപോലെ ടോൾ ബൂത്തിൽ റീചാർജ് ചെയ്ത് പോകാൻ സാധിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ മിനിമം 1 മണിക്കൂർ മുൻപെങ്കിലും ഇത് ചാർജ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.